നമസ്കാരം. പിണറായിയുടെ തത്ത പറന്നുപോയി. കോടതിയാണ് പറപ്പിച്ചു വിട്ടത്. പിടിവിട്ടെന്ന് പിണറായിക്കും തോന്നിയതോടെ മുഖ്യമന്ത്രിയും മൊഴി ചൊല്ലി. കൊത്തിപ്പെറുക്കി നിൽക്കാൻ കൂട്ടാക്കിയില്ല ജേക്കബ് തോമസും. കൂടൊഴിയുമ്പോൾ കൂടെ കൊണ്ടുപോയത് കൂട്ടുകാരായ പുസ്തകങ്ങളെ മാത്രം. വിജിലൻസ് ഡയറക്ടർ എന്ന വിലയുള്ള പദവി വലിപ്പത്തിൽ എഴുതി വെച്ച ബോർഡ് മാറ്റാനും പടിക്കെട്ടിറങ്ങുമ്പോൾ പറയാൻ മറന്നില്ല. 1 മാസത്തെ അവധിയിലാണ് സാങ്കേതികമായി ജേക്കബ് തോമസ്. തന്നെ മാറ്റിയെന്ന് മാധ്യമങ്ങളോട് സ്വകാര്യമായി പറഞ്ഞതോടെയാണ് അരമന രഹസ്യം അങ്ങാടിപ്പാട്ടായത്. പരസ്യമായി പറയുന്നത് എപ്പോൾ എന്ന ചോദ്യത്തിന് അവസരം വരട്ടെ എന്ന് അവസരോചിത മറുപടി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വായ് മൂടിക്കെട്ടാൻ കൊണ്ടു നടന്നിരുന്ന പ്ലാസ്റ്റിക് ടേപ്പ് ഇപ്പോഴും കയ്യിലുണ്ട്. പക്ഷേ ഇത്ര പെട്ടെന്ന് ടേപ്പ് ഒട്ടിക്കേണ്ട നിലയിലാകുമെന്ന് ആരും കരുതിയില്ല. ഒട്ടിച്ചെന്ന് ജേക്കബ് തോമസ് സൂചന നൽകി. വിജിലൻസ് ഡയറക്ടർ എന്ന പദവിയിൽ നിന്ന് ജേക്കബ് തോമസ് ഒഴിയുമ്പോൾ ഒഴിവാക്കാനാവാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഒഴിയാബാധയായി സർക്കാരിനെ പിന്തുടരും. പ്രതിപക്ഷം പലവട്ടം ജേക്കബ് തോമസിന്റെ ചോരയ്ക്ക് ദാഹിച്ചപ്പോൾ ഉറച്ച പിന്തുണ നൽകിയ പിണറായി വിജയൻ ഇപ്പോൾ പിന്നോട്ടടിച്ചത് എന്തുകൊണ്ടാണ്? നിൽക്കക്കള്ളിയില്ലെന്ന് IAS നിര നേരിട്ട് ചെന്ന് ബോധിപ്പിച്ചപ്പോഴും ബോധ്യമാകാത്ത പിണറായിക്ക് പെട്ടെന്നൊരു ബോധോദയം വന്നത് എന്തുകൊണ്ടാണ്? ഹൈക്കോടതിയിൽ നിന്ന് വിജിലൻസ് ഡയറക്ടറെ മാത്രം ലക്ഷ്യം വെച്ച് വിമർശന കൂമ്പാരം വന്ന് തറച്ചതും എന്തുകൊണ്ടാണ്? തത്ത പോകുന്നത് ഉത്തരം കിട്ടാത്ത ഇത്തരം ചോദ്യങ്ങളുടെ തൂവലുകൾ പൊഴിച്ചുകൊണ്ടാണ്. വിജിലൻസിന്റെ വിലയെന്തെന്ന് ബോധ്യപ്പെടുത്തിയ ജേക്കബ് തോമസ് വിജിലൻസ് ആസ്ഥാനം വിട്ടിറങ്ങുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. ജേക്കബ് തോമസിനെ പടിയിറക്കിച്ചത് കോടതിയിൽ നിന്നുള്ള കൂരമ്പുകളോ? 2. സർക്കാർ ഉദ്യോഗസ്ഥനെ മാറ്റാത്തതെന്തെന്ന കോടതിയുടെ വിമർശനം അതിര് കടന്നതോ? 3. ഒരു ബെഞ്ചിൽ നിന്ന് മാത്രം തുടർച്ചയായ വിമർശനങ്ങൾ വിജിലൻസ് ഡയറക്ടർക്കെതിരെ വരുന്നതെന്തുകൊണ്ട്? 4. ജേക്കബ് തോമസിന്റെ പിഴവുകളും പിന്തുണ പിൻവലിക്കാൻ പിണറായിയെ പ്രേരിപ്പിച്ചോ? 5. സർക്കാരിനെ വിലയിരുത്തിയ CPM സംസ്ഥാന സമിതിയും ജേക്കബ് തോമസിനെ തള്ളിപ്പറഞ്ഞോ? 6. ജേക്കബ് തോമസ് ഒഴിയുന്നത് വിജിലൻസിന്റെ വിലയിടിക്കുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം. പിണറായിയെ പ്രേരിപ്പിച്ചതെന്ത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് അനിൽ അക്കര MLA, ഇടത് സഹയാത്രികൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ, BJP വക്താവ് JR പത്മകുമാർ, മാധ്യമ പ്രവർത്തകൻ ജേക്കബ് ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ KM ഷാജഹാൻ എന്നിവർ. മറ്റുള്ളവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കും.